ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയത് ചെറിയ ഞണ്ടാണ്, എന്നാലും നല്ല ഫ്രഷ് ഞണ്ടാണ്. ഞാനതൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. ഒത്തിരി ഒരു 2 കിലോ ഞണ്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എല്ലാ കാലും അതിൻ്റെ കുടലും ഒക്കെ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഒരു 3/4 കിലോ വരും ഞണ്ട്. അപ്പോൾ അതിന് ഞാനിന്ന് ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചു. അതിനകത്തേക്ക് വലിയ സ്പൂൺ 2 സ്പൂണിലെ എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് കടുകിട്ട് അത് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകിട്ടു, പിന്നെ കരിവേപ്പില ഇട്ടു, കുറച്ച് മസാലകളിട്ടു. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് തന്നെ വരണം. നമ്മൾ ഈ ഞണ്ട് കറി വയ്ക്കുമ്പോഴത്തേക്ക് ഇറച്ചിയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കണം. അതിലേക്ക് ഇഞ്ചിയും, ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതെല്ലാം പച്ചമണം എല്ലാം മാറിയതിന് ശേഷം മാത്രമേ 2-3 പച്ചമുളക് ഇടണം. അതിന് ശേഷം മാത്രം ഈ ഉള്ളി ഇടണം. ഉള്ളി എന്ന് വെച്ചാൽ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം മതി. ഇപ്പം എനിക്ക് മീഡിയം സൈസ്, ചെറിയ സൈസ് സവാളയാണ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് ഞാനൊരു 10 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനെ കൂടി ഈ മൂത്ത സാധനത്തിലോട്ട്, മസാലയിലോട്ട് ഇട്ടു. അതിന് നല്ല കുറച്ച് ഉപ്പും കൂടി അതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റണം. വഴന്ന് നല്ല ചുമന്ന കളറിലായതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവൂ. ഉപ്പിട്ടു എന്നിട്ട് നന്നായിട്ട് വഴറ്റണം, വഴറ്റിയെടുക്കണം. വഴറ്റി നന്നായിട്ട് അങ്ങ് ചുമന്ന് നല്ല ഒക്കെ വെന്ത് ആ ഉപ്പ് കൂടിയേക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് വരും. വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇടും. ഒരു തക്കാളി, വലിയ തക്കാളി ഒരെണ്ണം ഇടണം. ചെറിയൊരു പുളിയും ഒക്കെ കിട്ടും ആ തക്കാളി ഇടുമ്പോഴത്തേക്ക്. ചിലർ ആ തക്കാളിയെ മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ചതിന് ശേഷം ഈ തക്കാളി അതിന് മിക്സിക്കകത്ത് അടിച്ചിടാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇടുന്നത് ഈ തക്കാളി അല്ലാതെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇടുകയാണ്. എന്നിട്ട് വലിയ സ്പൂണിൽ 2 സ്പൂണ് മുളക് പൊടി ഇടും. ഏതാണ്ട് ഒരു 3/4 കിലോ ഉണ്ടല്ലോ, അപ്പം വലിയ സ്പൂണിൽ 2 സ്പൂണ്, ഒരു 3-3.5 സ്പൂൺ വലിയ സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ടു, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 സ്പൂൺ തികച്ച് വേണ്ട ഉലുവാപ്പൊടി, അതുകൂടി ഇട്ട് ഇനി കൂട്ടുകളെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം മൂത്ത പച്ചമണം എല്ലാം മാറിയതിന് ശേഷമാണ് നമ്മൾ ഞണ്ടിടുന്നത്. ഞണ്ടിട്ട് കഴിഞ്ഞാൽ ഞണ്ടും ഒന്ന് ഈ അരപ്പിൻ്റെ കൂടെ കിടന്ന് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ പച്ചമണം എല്ലാം മാറിയതിന് ശേഷമാണ് നമ്മൾ ഞണ്ടിടുന്നത്. ഞണ്ടിട്ട് ഞണ്ടെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഈ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്, പച്ചവെള്ളം. അപ്പം പച്ചവെള്ളം തണുത്ത വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിളച്ച് വരികയും ചെയ്യും. നല്ല ടേസ്റ്റുമാണത്. അപ്പം ഞാനിതിനകത്തോട്ട് ഞണ്ടിട്ട് ഇത്തിരി വലിയ കാലം ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ടു. കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാലൊക്കെ ഒന്ന് കടിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് ഈ ഞണ്ടും ഈ മസാലകളും കൂടെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്ന് അതിൽ ആ ഞണ്ടിലെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിക്കും. തിളച്ച വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ മുങ്ങി വരത്തക്ക വണ്ണം മാത്രം ഒഴിച്ചത്, ഒരുപാട് വെള്ളം അങ്ങ് നിറച്ചൊഴിക്കേണ്ട. ഇതെല്ലാം ഒന്ന് പരന്ന് വരുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കണം. വെള്ളം അത്രയ്ക്കുള്ള വേവേ ഉള്ളൂ, ചെറിയ ഞണ്ടല്ലേ ഇത്. അപ്പം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കും. ഒരുപാട് വെള്ളം നിറഞ്ഞിങ്ങ് വരണ്ട, അതിൽ മുങ്ങിക്കിടത്തക്ക രീതിയിൽ മാത്രം. ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടാകുന്നൊന്ന് നോക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം പാത്രം വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കണം. നല്ല തിള വന്നതിന് ശേഷം കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് ഒരു 15-20 മിനിറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് അങ്ങ് വേവും. ആ വെള്ളം എല്ലാം അങ്ങ് വറ്റി കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കും.
വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഉപ്പൊക്കെ നോക്കി ഒന്ന് വറ്റി കുഴമ്പ് പരുവത്തിലാവണം. വെള്ളത്തോടെ അല്ല, ആ മസാലയെല്ലാം ഈ ഞണ്ടിനകത്ത് പിടിച്ച് വരും. ഞാൻ കുറച്ച് ചീനി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിന് കടുകൊക്കെ വറുത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കിഴങ്ങ് നല്ല വെന്ത കിഴങ്ങാണ്. അപ്പോൾ അതിൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഞണ്ട് കറി ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചീനി ഒരു പാത്രത്തിലോട്ട് ഞാൻ വിളമ്പുകയാണ്. ചീനി വെച്ചു. അതിന് ശേഷം ഞാൻ ഈ ഞണ്ട് കറി ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അടച്ച് വെച്ചേക്കാണ്. അതിനെ കൂടി ഈ ചീനിയുടെ അടുത്തോട്ടൊന്ന് വിളമ്പിയതിന് ശേഷം ഞാൻ കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഇത് ഉപ്പ് നോക്കിയപ്പോഴേ എനിക്കറിയാം നല്ല ടേസ്റ്റ്. സാധാ നമ്മൾ വയ്ക്കുമ്പോൾ ഈ ചെറിയ ഞണ്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച അത്ര കറിക്ക് നല്ലതായിരിക്കുമല്ലോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആ ഉള്ള ഇതിൽ തന്നെ നല്ല മാംസവും ഉണ്ട്.